ഓണം എന്താണത്? എന്താണ് ഇതിൻ്റെ അർത്ഥം? മലയാളികൾ എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ആഘോഷിക്കുന്ന ഈ ദേശീയ ഉത്സവം, അതിൻ്റെ അർത്ഥമെന്ത്? അതിൻ്റെ ഇന്നലകൾ എന്ത്? അതിൻ്റെ നാളുകളെപ്പറ്റി എന്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയും? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? നമുക്ക് ഇങ്ങനെ പരമ്പരാഗതമായി നമ്മൾ പാടുന്ന പാട്ടുണ്ടല്ലോ, മാവേലി നാടുവ നേടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ആപത്തമില്ല കള്ളവുമില്ല ചതിയുമില്ല, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അങ്ങനെ ഒരു കാലം ഈ നാട്ടിലുണ്ടായിരുന്നു എന്നാണോ ഇതിൻ്റെ അർത്ഥം? കള്ളം കുറഞ്ഞിരുന്ന കാലങ്ങളുണ്ട്, പൊള്ളത്തരങ്ങൾ കുറഞ്ഞിരുന്ന കാലങ്ങളുണ്ട്. പക്ഷേ കള്ളമേ ഇല്ലാത്ത, പൊള്ളത്തരങ്ങളേ ഇല്ലാത്ത, ചതിയേ ഇല്ലാത്ത ഒരു കാലം എന്നെങ്കിലും ഈ ലോകത്തിൽ എവിടെയെങ്കിലും നിലനിന്നിരുന്നു എന്ന് ചിന്തിക്കാൻ പ്രയാസമുണ്ട്. മനുഷ്യൻ സംസ്കാരം പഠിച്ച് സംസ്കൃതനായി വരുന്ന ആ വഴിയിൽ തിരിഞ്ഞു നോക്കുന്നവരും സൈഡിലേക്ക് നോക്കുന്നവരും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. അവരുടെ എണ്ണം കുറവായിരുന്നിരിക്കാം, എങ്കിലും നമ്മുടെ ആ ഭൂതകാലം ഇതൊന്നും ഇല്ലാത്തതായിരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ചിന്തയാണ് ഈ കവിതയിലൂടെ പുറത്തു വരുന്നത്. ആ ചിന്തയാണ് നമ്മുടെ ആഘോഷങ്ങളിൽ മുഴങ്ങി കേൾക്കുന്നത്. എന്നാൽ ആ കാലം ഏറെ നല്ലതായിരുന്നു എന്ന ചിന്ത കൊണ്ട് നമ്മൾ അതിനെ വീണ്ടും വരവേൽക്കുന്ന രീതിയിലാണ് നമ്മളുടെ ഓണാഘോഷം. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ജീവിതം, ഇന്നത്തെ നമ്മുടെ സംവിധാനങ്ങൾ അത്രയൊന്നും നല്ലതല്ലെന്നും നമുക്ക് ഇത് ശ്വാസം മുട്ടിക്കുന്നതാണെന്നും ഉള്ള ആശയവും ഈ ആഘോഷങ്ങളുടെ പിറകിലുണ്ട്. ഇന്ന് നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇന്നലെ അങ്ങനെയല്ലായിരുന്നു. ഇന്നലെ ആയിരുന്നു നല്ലത് ഇന്നത്തേക്കാൾ എന്ന ഒരു ചിന്ത, അത് നമ്മുടെ ആഘോഷങ്ങളിൽ മുഴങ്ങി കേൾക്കാറുണ്ട്. ഇനിയും ഒരു പക്ഷേ കേൾക്കുന്നില്ലെങ്കിൽ തന്നെ പലരുടെയും മനസ്സിൽ ആ ആശയമുണ്ട്.
ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരു സംസ്കാര മാറ്റത്തിൻ്റെ ഓർമ്മ എന്ന നിലയിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എന്നാണ്. ഓണത്തെപ്പറ്റി വെറും ഒരു വിളവെടുപ്പ് ഉത്സവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ തെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓണത്തിന് മഹാബലിയെ വരവേൽക്കുന്നത്. നമ്മുടെ ഓണാഘോഷങ്ങളിലൊക്കെ ഏതാണ്ട് പൊതുവായി കാണുന്ന ഒന്നാണല്ലോ ഒരു മനോഹരമായ ഓല കുടയും ചാർത്തി കുടവയറനായ മഹാബലി കയറി വരുന്ന ദൃശ്യം. അത് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ പിന്നിലുള്ളതായ ചിന്തയുടെ പ്രതീകമാണ്. ഒരു കാലത്ത് നമ്മൾ ഈ മഹാബലിയുടെ ഭരണത്തിന് കീഴിലായിരുന്നുവെന്നും ഏതോ കാരണത്താൽ ആ ഭരണം അവസാനിപ്പിക്കേണ്ടി വന്നുവെന്നും അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടുവെന്നും അങ്ങനെ ഒരു പുതിയ സംസ്കാരം, പുതിയ ഭരണരീതി, പുതിയ വിശ്വാസങ്ങൾ, പുതിയ ആചാരങ്ങളൊക്കെ നമുക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ചെയ്തതെന്നും ഉള്ള കാര്യങ്ങളെല്ലാം ഈ ആഘോഷത്തിൽ അടങ്ങിയിരിപ്പുണ്ട്. എന്നാൽ ഈ പുതിയ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് എന്ന ഒരു ചിന്ത വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ഇഷ്ടപ്പെടാത്തതും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ പഴയ സംസ്കാരത്തിൻ്റെ പ്രതീകമായ മഹാബലിയെ കാത്തിരിക്കുന്നതും വരവേൽക്കുന്നതും. അപ്പോൾ കേരളത്തിന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്ക് പൊതുവെ ഉണ്ടായിരുന്ന ഒരു പഴയ സംസ്കാരം, അത് ഇന്നത്തേക്കാൾ എന്തുകൊണ്ട് മെച്ചമായിരുന്നു, അത് സ്വർഗീയമായിരുന്നു എന്നോ ഒരു കള്ളവും ഒരു ചതിയുമില്ലാത്ത അതിപാവനമായ ഒരു സംസ്കാരമായിരുന്നുവെന്നോ പറയാൻ പറ്റില്ല. എങ്കിലും ഇന്നത്തേക്കാൾ മെച്ചമായിരുന്നു എന്ന ഒരാശയം അതിലുണ്ട്. ആ സംസ്കാരത്തിലേക്ക്, ആ ഇന്നലെയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ആഗ്രഹം, ഒരു ഗൃഹാതുരത്വം, അത് നമ്മുടെ ഓണാഘോഷത്തിൽ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് ഓണം ആഘോഷിക്കുമ്പോഴൊക്കെ നമ്മൾ തന്നെ ഒരു ചോദ്യം ചോദിക്കണം. ഈ വർത്തമാനകാല സംസ്കാരവും സംവിധാനങ്ങളും മൂല്യബോധവും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അതിൽ തുടരണം? ഇന്നലെയുടെ സംസ്കാരത്തിലേക്ക് നമുക്ക് പോകാൻ പാടില്ലേ? നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരുതരം അടിമത്തത്തിലല്ലേ? നമ്മൾ ഒന്ന് ആഗ്രഹിക്കുന്നു, മറ്റൊന്ന് ജീവിക്കുന്നു. ഇന്നലെയാണ് നമുക്ക് ഇഷ്ടം, എന്നാൽ ഇഷ്ടമില്ലാത്ത ഇന്നിനെ നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഓണാഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിനെപ്പറ്റി കരയുകയല്ല, മറിച്ച് ഇന്നലെയെ വരവേൽക്കുന്നവർ, ഇന്നലെയെ ഇതിന്നത്തേക്കാൾ മെച്ചമാണെന്ന് കരുതുന്നവർ ആ ഇന്നലെയിലേക്ക്, ആ ഇന്നലെയുടെ മൂല്യങ്ങളിലേക്ക് തിരിച്ച് പോകണം, അതിനുവേണ്ടി ശ്രമിക്കണം.
മഹാബലി ഇന്നലെയുടെ പ്രതീകമാണ്. വാമനൻ ഇന്നിൻ്റെ പ്രതീകമാണ്. ഈ ഇന്നലെയെ ചവിട്ടി താഴ്ത്തി എങ്കിൽ ആ ഇന്നലെയാണ് നമുക്ക് ഇഷ്ടമുള്ളതെങ്കിൽ പിന്നെ നമ്മളെന്തിന് വാമനൻ പ്രതിനിധാനം ചെയ്യുന്ന ആ ഇന്നിൽ തുടരണം? ഓരോ മലയാളിയും, ഓണം ആഘോഷിക്കുന്ന ഓരോ ആളും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇതെന്നാണ് എൻ്റെ ബോധ്യം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതിനെ നമ്മൾ ചെയ്യുന്നില്ല. കാരണം നമ്മുടെ തന്നെ ആന്തരിക സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളതായ സ്വാധീനങ്ങളായിരിക്കാം. എന്തായാലും ഒന്ന് സത്യമാണ്, വാമനനെയല്ല മാവേലിയെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. എങ്കിൽ മാവേലിയുടെ ആ കാലത്തിലേക്ക്, ആ ആദർശങ്ങളിലേക്ക്, ആ സംസ്കാരങ്ങളിലേക്ക് പോകാനുള്ള അതിശക്തമായ ഒരു പരിശ്രമം മലയാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അപ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ഓണാഘോഷം അർത്ഥവത്തായി തീരുന്നത് എന്നർത്ഥം.